നമസ്കാരം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തൃശൂർ ചാവക്കാട് തെക്കൻ പാലയൂർ ബിനോയ് തോമസിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലയാളികളല്ല, ഭാരതത്തിന്റെ മക്കളാണ് അവരെന്നും ദുരന്തത്തിൽ മരിച്ച ഓരോരുത്തരുടെയും കുടുംബത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഖേദകരമായ സംഭവമാണ് ഉണ്ടായത്. സംസ്ഥാനവും രാജ്യവും എന്നും പ്രവാസി സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അപകട വിവരം അറിഞ്ഞതു മുതൽ കേന്ദ്ര സർക്കാർ മികച്ച രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. മരിച്ചവരിൽ കൂടുതലും ഇന്ത്യക്കാരാണെന്നത് തിരിച്ചറിഞ്ഞതോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായം എത്തിക്കാൻ മലയാളികളും ഭാരതീയരും തയ്യാറാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു. ബിനോയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നത്. ഈ മാസം 5-നാണ് ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് പോയത്. 3 സെന്റിൽ PMAY പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒറ്റമുറി വീട് വലുതാക്കണമെന്ന ഒരാഗ്രഹം മാത്രമേ ബിനോയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. 6-ാം തീയതി തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പാക്കിംഗ് ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു ബിനോയ്. താമസ സൗകര്യം ലഭിച്ചത് അഗ്നിബാധയുണ്ടായ ഫ്ളാറ്റിലും. സുഹൃത്ത് ബെൻ മരണവിവരം സ്ഥിരീകരിച്ചതോടെ ഒരു കുടുംബത്തിന്റെ ചിറകറ്റ് പോവുകയായിരുന്നു. തിരുവല്ല തോപ്പിൽ തോമസ് ബാബുവിന്റെ മകനായ ബിനോയ് തോമസ് വിവാഹം കഴിച്ച സ്ഥിരതാമസമാക്കിയത് ചാവക്കാടാണെങ്കിലും തിരുവല്ലയിലെ ബന്ധങ്ങൾ വിട്ടിരുന്നില്ല. അവിടെയുള്ള സുഹൃത്തുക്കളാണ് വിസ ശരിയാക്കി കൊടുത്തത്. 7 വർഷത്തോളം വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. പിന്നീടാണ് 3 സെന്റ് സ്ഥലം വാങ്ങി ഒരു കുഞ്ഞു കൂര നിർമ്മിക്കാൻ തുടങ്ങിയത്. അതും ഒറ്റമുറി വീട്. പാവറട്ടിയിലെ ചെരുപ്പ് കടയിലെ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. കുവൈറ്റിലെ ഫ്ളാറ്റിൽ തീപിടുത്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ല എന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ അറിയിച്ചിരുന്നു. തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ 2 വരെ ബിനോയ് ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാരും അറിയിച്ചിരുന്നു. കുവൈറ്റിലെത്തി കൃത്യമായ 7-ാം നാളിലാണ് ബിനോയെ മരണം കീഴടക്കിയത്. മാതാവ് അന്നമ്മ തോമസിനും ഭാര്യ ജിനിതയ്ക്കും മക്കളായ ആദിയും ഇയാനുമൊക്കെ ഇതുവരെയും മരണവാർത്തയുണ്ടാക്കിയ ഞെട്ടലിൽ നിന്നും മുക്തമാകാൻ സാധിച്ചിട്ടില്ല.